പ്രവീൺ, ഇതിപ്പോ ഈ സിനിമ ഇതുവരെ ഇറങ്ങിയിട്ടില്ല, അതിന്റെ വിവാദങ്ങളൊക്കെ നിലനിൽക്കുകയാണ്. കോടതി അതിലൊരു തീരുമാനമൊക്കെ എടുക്കട്ടെ, നല്ല ശുഭപ്രതീക്ഷയിൽ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യാം. പക്ഷെ അപ്പോഴും സംവിധായകന നിലയിൽ ഞാൻ ചോദിക്കുകയാണ്, ഇതിൽ ഇങ്ങനൊരു വിവാദം ഉണ്ടാക്കേണ്ട എന്തെങ്കിലും കാര്യം ഉണ്ടോ അതിനകത്ത്? വിവാദം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ, ഇത് നമ്മളായിട്ട് ഇതൊന്നും ഉണ്ടാക്കുന്നതല്ലല്ലോ. ഇത് ഇപ്പൊ അവരെ സംബന്ധിച്ചും CBFC സംബന്ധിച്ചും അവർക്കും ഇത് ഈ പറയുന്നത് പോലെ അവർക്കറിയാൻ മേലാത്ത ഒന്നുമില്ല. ഇതിലെ പൊളിറ്റിക്സുകളും കാര്യങ്ങളും ഈ സിനിമയിൽ ആരൊക്കെയാണ് അഭിനയിച്ചിട്ടുള്ളത്, എല്ലാ കാര്യങ്ങളും അവർക്കറിയാം. അറിഞ്ഞുകൊണ്ടും അവരിങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ, കഴിഞ്ഞ ദിവസം കോടതിയിൽ, ഇന്നലെ പോലും കോടതിയിൽ അവർക്ക് വേണ്ടി ഹാജരായത് PY ചന്ദ്രചൂഡ് എന്ന് പറയുന്ന സുപ്രീം കോടതിയിലെ ഏറ്റവും മുതിർന്ന അഭിഭാഷകന്റെ മകൻ അഭിനവ് ചന്ദ്രചൂഡാണ് ഹാജരായത്. അപ്പം അത്രയും വലിയൊരു സിറ്റിംഗിലേക്ക് പോകാനായിട്ട് ഏകദേശം എനിക്ക് എന്റെ അറിവനുസരിച്ച് നല്ല എമൗണ്ട് ആവുന്നുണ്ട്. അദ്ദേഹത്തെ ഒരു അഭിഭാഷകൻ കോടതിയിൽ CBFCക്ക് കൊണ്ട് ഹാജരാകുമ്പോൾ അവരത്ര സീരിയസ് ആയിട്ടാണ് ആ കാര്യത്തെ കണ്ടിരിക്കുന്നത്. അത് എങ്ങനെയാണ് അങ്ങനെ ആയതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ.